ഏതാ അടുത്ത് പഠിക്കുന്നത്? ഡെബിറ്റ് നോട്ട് ഏതുമായി ബന്ധപ്പെട്ടതാ? ക്രെഡിറ്റ് നോട്ട് ഓക്കെ അല്ലേ. സെയിൽസ് റിട്ടേൺ ബുക്ക്. ദ ബുക്ക് ഈസ് മീൻ ഫോർ റെക്കോർഡിംഗ് റിട്ടേൺ ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ഏതാ? ക്രെഡിറ്റ്. ദ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആൻഡ് റിട്ടേൺ ആർ റെക്കോർഡഡ് ഇൻ ക്യാഷ്. കുഴപ്പമില്ലല്ലോ. ക്യാഷ് സെയിൽസ് റിട്ടേൺ ഇവിടെ പറ്റില്ല. ഇവിടെ ഏതാണ്? ക്രെഡിറ്റിന് വിറ്റ സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് റിട്ടേൺ മാത്രം ഓഫ് ഗുഡ്സ്. അതുകൂടി മനസ്സിലാക്കണോട്ടോ. അസറ്റിൻ്റെ ക്രെഡിറ്റ് സെയിൽസ്, അസറ്റിൻ്റെ സെയിൽസ് റിട്ടേൺ വരില്ല, നോർമലി ഉണ്ടാവാറില്ല. ഈസ് ദ സെയിൽസ് റിട്ടേൺ ബുക്ക് റെക്കോർഡ് റിട്ടേൺ ഓഫ് ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആണോ? ഇല്ല. ക്യാഷ് സെയിൽസ് റിട്ടേൺ ചെയ്താൽ എന്താണ്? ക്യാഷ് ബുക്കിലാണ്. നോ, ഇറ്റ് റെക്കോർഡ് ഓൺലി റിട്ടേൺ ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ചാണ്. ബിജുവിന് വിറ്റു, അപ്പോൾ എന്താ? ബിജു അക്കൗണ്ട് അപ് ടു സെയിൽസ്. പിന്നെ റിട്ടേൺ ചെയ്താൽ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു ബിജു. അപ്പോൾ ബിജു നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബിജു ഡെപ്റ്ററാണ്, അയാൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ്. ദ കസ്റ്റമർ ഹൂ റിട്ടേൺ ദ ഗുഡ്സ്. ക്രെഡിറ്റ് അല്ലേ, നമ്മളല്ല റിട്ടേൺ ചെയ്യുന്നത്, നമ്മൾ റിട്ടേൺ ചെയ്യാണ് AWH. അപ്പോൾ AWH അതിനെന്ത് ചെയ്യും? അയാളെ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ക്രെഡിറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ. എ ക്രെഡിറ്റ് നോട്ട് ഈസ് സെൻഡ് ടു ഹിം ഇൻറ്റിമേറ്റ് ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് റിട്ടേൺ. അപ്പോൾ ആരെ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ അല്ലേ. നമ്മൾ പറയുമ്പോൾ ആര് ഇപ്പോൾ AWH ആണ് ബിജുവിൻ്റെ നിന്ന് മേടിച്ചെന്നുണ്ടെങ്കിൽ AWH ആണ് എന്ത് ചെയ്യുക? അത് പ്രിപ്പയർ ചെയ്യുക. ക്രെഡിറ്റ് നോട്ട് ഇങ്ങനെയാണ്. വി ഹാവ് ക്രെഡിറ്റഡ് യുവർ അക്കൗണ്ട്. AWH പറയാണ് ബിജുവിനോട്, നിൻ്റെ അക്കൗണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ 2000 രൂപയുടെ സാധനം മേടിച്ച് 200 രൂപയുടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിജു വിചാരിക്കും 2000 രൂപയുടെ സാധനം ഞങ്ങൾക്ക് കിട്ടും, ആ പൈസ കിട്ടുമെന്നാണ് വിചാരിക്കുക. പക്ഷെ അല്ലടാ, 200 ലെസ് ചെയ്ത് ഇനി എത്ര ഉള്ളൂ? തെറ്റിപ്പോയി. ബിജുവിനെ സംബന്ധിച്ചിടത്തോളം 2000 രൂപയാണ് തരാമെന്ന് വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ 200 കുറച്ചിട്ട് ഇനി എത്രയാണ്? 1900 നീ തന്നാൽ മതി എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് എന്ത്? ക്രെഡിറ്റ് നോട്ട്. ഓക്കെ. ഡെബിറ്റ് നോട്ട് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് റിട്ടേൺ. ഓക്കെ അല്ലേ. ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ മേടിച്ച് എൻട്രി ചെയ്താൽ മതി. സെയിൽസ് റിട്ടേണിൻ്റെയും പർച്ചേസ് റിട്ടേണിൻ്റെയും എന്ത് ചെയ്യാം? ജേണൽ എൻട്രിയിൽ ഡെപ്റ്ററും ക്രെഡിറ്ററും എന്താ ചെയ്യുന്നത് നോക്കി നമുക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? പ്രോപ്പർ സബ്സിഡറി ബുക്കിൽ ആൻഡ് പോസ്റ്റഡ് ഇൻ ടു ലെഡ്ജറും പറയുന്നുണ്ട്. സോൾഡ് ഗുഡ്സ് ടു യാക്കൂബ് സബ്ജക്റ്റ് ടു ട്രേഡ് ഡിസ്കൗണ്ട് എത്ര? 10%, 3000 രൂപ. അപ്പോൾ ഏത് ബുക്ക് ഉണ്ടാക്കണം? സെയിൽസ് ബുക്ക് ഉണ്ടാക്കും. സെയിൽസ് ബുക്ക് ഉണ്ടാക്കി നെയിം ഓഫ് കസ്റ്റമർ, ഇൻവോയ്സ് നമ്പർ, LF എമൗണ്ട് ഒക്കെ എഴുതി, ഡേറ്റ് എഴുതി, യാക്കൂബിന് എഴുതി 3000 ഡിസ്കൗണ്ട് ഉണ്ട് 10%, 300 ലെസ് ചെയ്ത് 2700 വരും. യാക്കൂബിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലേ മക്കളെ. യാക്കൂബിന് സെയിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക? യാക്കൂബ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ടു സെയിൽസ് എന്ന് എഴുതേണ്ടി വരും. 2700. സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്ത് റിസീവ്ഡ് ഡെബിറ്റ് നോട്ട് ഫ്രം യാക്കൂബ് ഇൻ റെസ്പെക്ട് ഓഫ് ഓവർ ചാർജ് ഇൻ ദ ബിൽ. നേരത്തെ ചെയ്തതിൻ്റെ നേരെ എന്നാണ് ഓപ്പോസിറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ റിസീവ്ഡ് ഡെബിറ്റ് നോട്ട് ഫ്രം എവിടുന്ന? യാക്കൂബ്. അതിൻ്റെ മീൻസ് എന്താണ് ഉദ്ദേശിച്ചത്? സത്യത്തിൽ ഗുഡ്സ് സെയിൽസ് റിട്ടേൺ ആയിട്ടുണ്ടാ? ഇല്ല. പക്ഷേ നമ്മൾ യാക്കൂബിൻ്റെ അടുത്ത് നേരെ 2700 ചാർജ് ചെയ്ത്. പിന്നെ യാക്കൂബ് മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ, യാക്കൂബല്ല, നമ്മൾ യാക്കൂബിന് എത്ര വിറ്റു? 2700 വിറ്റു. ഓക്കെ. അപ്പോൾ യാക്കൂബിനോട് പറഞ്ഞു 2700 തരണം കേട്ടോ. പിന്നുണ്ട് യാക്കൂബ് വിളിക്കുന്നു, എന്നിട്ട് പറയണത് ഇത് 2500 മാർക്കറ്റിൽ എന്ത് ചെയ്യും? കിട്ടും. നിങ്ങൾ എന്നെ പറ്റിച്ചു. ഓക്കെ അല്ലേ. എന്നിട്ട് അയാൾ പറയണത് 200 റുപ്യ എനിക്ക് എന്ത് ചെയ്യണം? കുറച്ച് തരണം പറഞ്ഞാൽ ലെറ്റർ അടിക്കണം. ഓക്കെ അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് നോട്ടാണ്? ഡെബിറ്റ് നോട്ടാണ്. കാരണം നമ്മൾ യാക്കൂബിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത്? യാക്കൂബിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ഉണ്ട്. അപ്പോൾ പ്രശ്നം ശ്രദ്ധിക്കണം, ഇത് ഡെബിറ്റ് നോട്ടാണ് ആരുടെ? യാക്കൂബിൻ്റെ. അവിടെ അടുത്ത ഡിസ്റ്റ് വരും. നമ്മളെന്താ ചെയ്യേണ്ടത്? യാക്കൂബിന് വിറ്റപ്പോൾ യാക്കൂബ് അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ് അല്ലേ. പിന്നെ നമ്മളടുത്ത് എന്താ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു യാക്കൂബ്. യാക്കൂബിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. ഡെബിറ്റ് നോട്ട് ആരുടെയാണ്? അയാളുടെ. നമ്മുടെ ഇനി നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് നോട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രെഡിറ്റ് നോട്ടാണ് പ്രിപ്പയർ. അതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ. ഫ്രം യാക്കൂബ് എന്ന് പ്രത്യേകമുണ്ട്. ഇനി ഇത് എന്താണ് സംഭവം? സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേണിൻ്റെ ബുക്കിൽ എന്ത് ചെയ്യണം? യാക്കൂബിൻ്റെ പേര് എഴുതിയിട്ട് 200 രൂപ എഴുതണം. ക്ലിയർ അല്ലേ?
എവിടെയും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. 2,700 ഇല്ലെങ്കിൽ യാക്കൂബ് 200 കുറച്ച് എത്ര തന്നാൽ മതി, 2,500. അപ്പോൾ അത് അക്കൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻട്രി ആലോചിച്ചാൽ മതി. അതാ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു യാക്കൂബ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ബൈ സെയിൽസ് റിട്ടേൺ 200 എഴുതണം. ഓക്കെ അല്ല, ഇനി യാക്കൂബിൻ്റെ എത്ര തന്നാൽ മതി, 2,500 തന്നാൽ മതി. ഓക്കെ, ഇതിനടുത്ത് ഏതാ, യാക്കൂബ് റിട്ടേൺ ഡാമേജ്. ഇത് ജെന്യൂൻ റിട്ടേൺ ആണ്, സെയിം എൻട്രി തന്നെയാണ്. എന്തായി, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ് ടു യാക്കൂബ്. സെയിൽസ് റിട്ടേണിൻ്റെ ബുക്കിൽ എന്ത് എഴുതണം, വീണ്ടും യാക്കൂബ് എത്ര എഴുതണം, 100 എഴുതണം. യാക്കൂബിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ബൈ സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം എന്നില്ല, ഫണ്ടിൽ എന്ത് ചെയ്യണം, റിഡക്ഷൻ വന്നാലും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, സെയിൽസ് റിട്ടേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്ത് സോൾഡ് ഗുഡ്സ് ടു ജയറാം. എൻ്റെ എൻട്രി ജയറാം അക്കൗണ്ട് അപ് ടു സെയിൽസ്. ഏത് ബുക്കിൽ എഴുതണം, സെയിൽസിൽ ജയറാം എഴുതി 1000 രൂപ. ദെൻ ജയറാമിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതിലെന്ത് എഴുതുന്നു, ടു സെയിൽസ് എഴുതുന്ന എത്രയാണ്, 1000 രൂപ. ജയറാം റിട്ടേൺ ഗുഡ്സ് വീണ്ടും എന്ത് ചെയ്യണം, അപ്പോൾ ഏത് ബുക്കിൽ എഴുതണം, സെയിൽസ് റിട്ടേൺ ബുക്കിൽ ജയറാമിൻ്റെ എഴുതണം. ജയറാമിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ബൈ സെയിൽസ് റിട്ടേൺ എഴുതണം. കഴിഞ്ഞു. ഇനി സെയിൽസ് ബുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക 3700. ഇത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിലേക്ക്. ഓക്കെ അല്ല, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ബുക്ക് ഇതാക്കിയിട്ട് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. സെയിൽസ് അക്കൗണ്ടിൽ എന്തെഴുതണം, സെയിൽസ് അക്കൗണ്ടിൽ ബൈ സെൻട്രീസ്. ഇനി ക്യാഷിനുള്ള സെയിൽസ് ഇവിടെ എന്ത് എഴുതിയിട്ട് വരും, ബൈ ക്യാഷ് എന്ന് വരില്ലേ. ഓക്കെ, യെസ്. പിന്നെ സെയിൽസ് റിട്ടേണിൽ ഇതേപോലെ എന്താണ്, 2 സെൻട്രീസ് വരും. ഓക്കെ അല്ലേ.